മാപ്പ് ചോദിച്ച വിജയ്. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് വിജയ് മാപ്പ് ചോദിച്ചത്. ഇന്നലെ രാവിലെ 9 മുതൽ വൈകിട്ട് 6:30 വരെ വിജയ് ഈ കുടുംബാംഗങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം വിജയ് കരൂരിലെത്താത്തതിൽ പ്രതിഷേധിച്ച് ദുരന്തത്തിൽ മരിച്ച രമേശിന്റെ ഭാര്യ 20 ലക്ഷം രൂപ TVKക്ക് തിരിച്ചു നൽകുകയും ചെയ്തു. വിജയ് കാലു പിടിച്ചു എന്ന് ഞാൻ പറയില്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സിമ്പിൾ ആയ കാര്യം എന്ന് വെച്ചാൽ ഈ തമിഴ് രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയ പ്രവർത്തകരെ പിന്തുണയ്ക്കുന്ന ചില ആൾക്കാർ സിനിമാ നടന്മാരെ സ്നേഹിക്കുന്ന രീതിയിലൊക്കെ നമ്മുടെ കേരളത്തെക്കാൾ വേറൊരു തരത്തിലാണ് നമ്മുടെ തമിഴ്നാട്ടുകാരെ. നമ്മളൊക്കെ ഇങ്ങനത്തെ വല്ല ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടുകയിലേക്ക് മിക്കവാറും ചിലപ്പോൾ ആ രാഷ്ട്രീയക്കാരൻ കാലുകൂട്ടില്ല. അതിഭീകരമായിട്ടുള്ള എതിർപ്പൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും. ഓടിച്ചുവിടും, ഒരു രക്ഷയുണ്ടല്ലോ, ഓടിച്ചു വിട്ടുകളയും. അത് ഏത് സിനിമാ നടനായാലും കുഴപ്പമില്ല. സിനിമക്ക് അവിടെ നിങ്ങളുടെ ആ ഒരു സ്ക്രീനിൽ മതി, ഇമ്മാര് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഇമ്മാര് വൃത്തിയോട് ചെയ്യണ്ട എന്ന് തന്നെ പറയും. എന്തായാലും വിജയുടെ ഒരു അവസ്ഥയിൽ അതെല്ലാം അവിടെ നടക്കുന്നത്. നോക്കൂ, ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, വിജയ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഒട്ടുമേ പക്വതയില്ലാത്ത രാഷ്ട്രീയക്കാരെ പോലെ ഒറ്റ ഓട്ടം വെച്ചെടുക്കുകയത്. അതിൽ അദ്ദേഹം പല കാരണങ്ങളും പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിശബ്ദമാണ് തമിഴ്നാട്. TVK നിശബ്ദമാണ്. ഇനി എന്തായിരിക്കും നമ്മുടെ TVKയുടെ ഭാവി, വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഭാവി എന്തായിരിക്കും എന്ന കൺഫ്യൂഷനുള്ള സമയത്ത് നോക്കിക്കോളൂ, അവിടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ മുഴുവൻ പ്രത്യേകമായിട്ടുള്ള ഒരു AC ബസ്സിൽ കയറ്റി നമ്മുടെ വിജയനെ കാണാൻ വേണ്ടി കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഒരു പ്രത്യേക ഹോട്ടലിലേക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഒരു അമ്മ പറയുകയാണ്, എൻ്റെ മകൻ മരിച്ചു എന്നാലും വിജയനെ കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരാളെ കാണാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ സ്വന്തം മകൻ മരിച്ചു കഴിഞ്ഞിട്ടും അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ആളുകളുള്ള ആ ഒരു പ്രദേശത്ത് വിജയെ പോലെ ആളുകൾക്ക് ഇനിയും വിജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ. ഓരോ കുടുംബത്തിന്റെയും അടുത്തെത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ആ സമയത്താണ് അദ്ദേഹം എന്തുകൊണ്ടാണ് കരൂരിലേക്ക് വരാതിരുന്നത്, കരൂരിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വിജയ് പറഞ്ഞത്. അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് തനിക്ക് മനസ്സിലായില്ല. മുന്നിൽ ആളുകൾ വെള്ളം ചോദിക്കുന്നത് കണ്ടപ്പോൾ താൻ വെള്ളക്കുപ്പിയൊക്കെ വലിച്ചെറിയുന്നു, അവർക്ക് നൽകാൻ ശ്രമിച്ചു. അതിനപ്പുറത്തേക്ക് തനിക്ക് അന്നേരം ഒന്നും മനസ്സിലായില്ല എന്നാണ് വിജയ് പറഞ്ഞത്. സ്വാഭാവികമാണ്, അതിൽ നമുക്ക് വിജയിനെ സമ്മതിച്ച് വെക്കൂ. വിജയ് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ്. വിജയ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതിനു മുമ്പ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു, ഞാൻ വരുന്ന ഇടത്ത് എനിക്ക് ചെറിയ ഇടങ്ങൾ പോരാ, വലിയ ഇടങ്ങൾ വേണം. കാരണം എന്നെ കാണാൻ വരുന്ന ആൾക്കാർ അത്രയ്ക്ക് അധികമാണ്. ചെറിയ ഇടങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടം ഉണ്ടാക്കും. ഞങ്ങൾക്ക് എന്താ വലിയ ഇടം തരാത്തെ, വലിയ സ്ഥലം എന്താ തരാത്തെ, അത് അനുവദിച്ചു തരൂ എന്ന് പലപ്പോഴും വിജയ് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. വിജയ്ക്ക് തന്നെ അറിയാം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം, വിജയ് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാർക്ക് പിന്നൊരു ഭ്രാന്താണ്. അത് ഒരു പക്ഷേ നമ്മുടെ കമൽഹാസനോട് അങ്ങനത്തെ ഒരു ഭ്രാന്തില്ല. ഇപ്പോൾ നമ്മുടെ ആ ഒരു വലിയ ആളോട് പോലും, നമ്മുടെ രജനീകാന്തിനോട് പോലും അത്ര വലിയ ഭ്രാന്തൊന്നും ആൾക്കാർക്കില്ല. പക്ഷെ വിജയ് അണ്ണൻ, സ്വന്തം സഹോദരൻ, മകൻ എന്ന ഒരു, അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്ഥാനത്ത് ആങ്ങളുടെ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് നമ്മുടെ തമിഴ്നാട്ടുകാരിലെ പല ആളുകളും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കാണാൻ വരുന്ന ആളുകൾ രാഷ്ട്രീയത്തിന് പുറത്തല്ല, അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ദൈവത്തെ കാണാൻ സാധിച്ചു എന്ന ചിന്താഗതിയിലാണ് ആളുകൾ വരുന്നത്. ഇപ്പൊ തന്നെ നോക്കിക്കോളൂ, അങ്ങനെ ആളുകൾ മരിച്ചുപോയ ആ വീടുകളിലെ ആളുകളൊക്കെ ഇപ്പൊ ആശ്വസിക്കുന്നത് എന്തൊക്കെയായാലും ഞങ്ങൾക്ക് വിജയനെ കാണാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആളുകളാണ് ഇപ്പോൾ വിജയിനെ കാണാൻ വേണ്ടി പോയിട്ടുള്ളത്. നോക്കിക്കോളൂ, ഇതുവരെ കുറ്റം പറഞ്ഞവർ മുഴുവൻ ഈ വാക്കുകളൊക്കെ മാറ്റും, ഒരടുത്ത നിമിഷം കൊണ്ട് മാറ്റും. ഈ പറഞ്ഞവരെല്ലാം പറയുക ഞങ്ങൾക്ക് അണ്ണനെ നേരിൽ കാണാൻ കഴിഞ്ഞു. നോക്കൂ, വിജയ് എന്ന് പറയുന്ന അവർ ദൈവത്തിന്റെ സ്ഥാനത്ത് ഫോട്ടോ എടുത്തിട്ട് പൂജിക്കാൻ വെക്കുന്ന ആ മനുഷ്യൻ ഇവര് പ്രത്യേക ഹോട്ടലിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് അവരെ കാല് തൊഴണം, അവരെ കാല് തൊട്ട് വണങ്ങണം, കാൽക്കൽ വീണ് കരയണം. എനിക്കൊന്നും അറിയുണ്ടായിരുന്നില്ല, ഞാൻ വെള്ളം ചോദിച്ചവർക്ക് വെള്ളം കൊടുത്തു, അവിടെ അപകടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ആംബുലൻസിൽ ആളുകളെ കൊണ്ടുപോവുകയാണ്, ഇത്തരം ഒരു വലിയ ദുരന്തത്തിലേക്കാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന, അവിടെ വന്നിരിക്കുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും ആങ്ങളമാരുടെ ഒക്കെ പെങ്ങന്മാരുടെ ഒക്കെ കാലില് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ എത്തുന്ന ഇടം ആലോചിച്ച് നോക്കി. ആ നാട്ടുകാരുണ്ടല്ലോ, ആ വീട്ടുകാരുണ്ടല്ലോ, ഒരു 10 എണ്ണത്തിനെ കൂടി വോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. വോട്ട് ചെയ്യണം, അത് വിജയ്ക്ക് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. തമിഴ്നാട് രാഷ്ട്രീയമാണ്.
എന്തായാലും ഈ സംഭവത്തിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും വിജയ് പറഞ്ഞുവെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. 2-3 സ്ത്രീകൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിജയ് അവരുടെ കാലിൽ തൊട്ട് മാപ്പ് ചോദിച്ചു എന്നുള്ളതാണ്. അവരുടെ കുടുംബം അനാഥമായതിനെ പറ്റി പറഞ്ഞപ്പോൾ അവരുടെ ഭർത്താവിന്റെ ഒക്കെ തന്നെ ചിത്രം കാണിച്ച് അവർ കരഞ്ഞപ്പോൾ വിജയും വിതുമ്പി അതിനുശേഷം അവരുടെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു എന്നാണ് ഈ സ്ത്രീകൾ പറയുന്നത്. അതോടൊപ്പം കരൂരിലേക്ക് വരാതിരുന്നതിന്റെ കാരണവും വിജയ് പറഞ്ഞത് പലതരത്തിൽ അനുമതിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തി. ഏറ്റവും ഒടുവിൽ ഒരു കല്യാണ മണ്ഡപങ്ങളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ പരിപാടി അവസാനിപ്പിച്ച് വിജയ് മടങ്ങണം എന്ന് പോലീസ് ഒരു ശാഠ്യം പിടിച്ചു. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിലും വിജയ്ക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. കാരണം എന്തായാലും ഇതൊക്കെ വിജയുടെ അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വിജയ് കരൂർക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നു, പക്ഷേ ഗവൺമെന്റ് തടയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയിനെ തടയുന്നു എന്നതിനാൽ ഗവൺമെന്റിനെതിരെയുള്ള ഒരു ചെറിയ പ്രക്ഷോഭം, ഒരു ചെറിയ തുടക്കം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ വിജയ് എന്ന് പറയുന്ന TVKക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള കാര്യമായിട്ട് മാറും. കുറച്ച് കുടുംബങ്ങളെ കിട്ടിയിട്ടുള്ളൂ, 1-2 പേരൊന്നും വിജയിനെ കാണാൻ വേണ്ടി പോയിട്ടില്ല. അവരിപ്പോഴും ആ വേദനയിലൊക്കെ സഹിച്ചു കുത്തിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വിജയുടെ ഇത്തരം ആശ്വാസവാക്കുകൾ കൊണ്ടുവന്ന ആശ്വാസത്തിലേക്ക് എത്തുന്ന ആൾക്കാരല്ല. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ വിജയ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, ആ ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നു എന്നതനുസരിച്ചിരിക്കും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിജയ്ക്ക് വീണ്ടും ആ പ്രദേശത്തേക്കൊക്കെ ഇറങ്ങാൻ കഴിയുമോ ഇല്ല എന്നൊക്കെ നോക്കാൻ. എന്തൊക്കെയായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് വിജയ് ആ കുടുംബങ്ങളെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ അല്ല, മറ്റു രാഷ്ട്രീയക്കാരെ പോലെയല്ല, ആ കുടുംബങ്ങളെ അതിഭീകരമായിട്ട് ചേർത്ത് പിടിക്കും. അത്രയധികം ചേർത്ത് പിടിക്കുന്ന വേറൊരു സംഭവം ചിലപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ കാണില്ല. അത്രയും ഗംഭീരമായിട്ട് തന്നെ അവരെ ചേർത്ത് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വിജയ്ക്ക് അവിടെ ഒരു വലിയ ഇടമുണ്ടായിരിക്കുമെന്നാണ്. കുടുംബത്തിന്റെയും കാര്യങ്ങൾ ചോദിച്ച് തനിക്ക് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ 20-ലധികം മിനിറ്റെങ്കിലും ഒരു കുടുംബത്തിനൊപ്പം ചെലവഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ചെന്നൈയിലേക്ക് അവരെ വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിജയ് തന്നെ അവരോട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതിനിടയിലാണ് വിജയുടെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കരൂരിലേക്ക് വിജയ് വരാത്തതിൽ പ്രതിഷേധിച്ച് മരിച്ച രമേശിന്റെ ഭാര്യ 20 ലക്ഷം രൂപ TVKയുടെ അക്കൗണ്ടിലേക്ക് തിരികെ ഇട്ടിരിക്കുന്നത്. അവർ പറയുന്നത് വിജയ് വന്നില്ല എന്ന് മാത്രമല്ല, ഈ ഭർത്താവിന്റെ സഹോദരിയെയും അവരുടെ ഭർത്താവിനെയുമാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്, തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല. അതിലുള്ള പ്രതിഷേധം കൂടിയാണ് അറിയിക്കുന്നത് എന്ന് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. എന്തായാലും ഒരാളാണ് ഇപ്പോൾ അതിൽ നിന്ന് ആകെ വിട്ടു നിൽക്കുന്നത്. അവർ പറയുന്നതിൽ വ്യക്തമായിട്ട് കാരണമുണ്ട്. വളരെ സിമ്പിളായിട്ട് ആ ഒരു ഇഷ്യൂ കൂടി കൈകാര്യം ചെയ്യാൻ വിജയ്ക്ക് കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാൾ അവരെ ക്ഷണിച്ചില്ല എന്നുള്ള കാരണം പറയുന്നു. ഒരുപക്ഷെ ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ഒരാളായിട്ട് മാറും. ക്ഷണിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അവരെ കൂടി ക്ഷണിച്ച് അവർ കൂടി വിജയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മരിച്ച അത്രയും കുടുംബങ്ങളില്ല, 50 കുടുംബങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ വിജയ് വീണ്ടും സ്വാഗതം ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, അവരൊക്കെ വിജയ്ക്ക് തന്നെ വോട്ട് ചെയ്യും. നോക്കി 20 മിനിറ്റാണ് അവരുടെ ജീവിതത്തിലെ ഈ ഒരു തമിഴ്നാട്ടിലെ ആ ഒരു മരിച്ചുപോയ ആളുകളുടെ ജീവിതത്തിലെ 20 മിനിറ്റാണ് വിജയ് എന്ന് പറയുന്ന അവർ ആരാധിക്കുന്ന, ദൈവം പോലെ കരുതുന്ന, അണ്ണനെ പോലെ കരുതുന്ന, ആരാധിച്ച് വീഴുന്ന, ഫോട്ടോ വെച്ച് പൂജിക്കുന്ന ആ മനുഷ്യൻ 20 മിനിറ്റാണ് ഓരോ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നത്, അവരോടൊപ്പം സംസാരിക്കുന്നത്, അവരെ കാലിൽ തൊട്ട് വണങ്ങുന്നത്, മാപ്പ് ചോദിക്കുന്നത്, അവർ കരയുമ്പോഴും അവരോടൊപ്പം കരയുന്നത്. ഇതിൽ കൂടുതൽ എന്ത് വേണം? ബൈ.